നമസ്കാരം. വാതരോഗങ്ങളിൽ സാധാരണയായി ഉപയോഗിച്ച് വരുന്ന ഹൈഡ്രോക്സിക്ലോറോക്വിൻ എന്ന മരുന്നിനെ പറ്റിയിട്ടാണ് ഇന്ന് ഞാൻ സംസാരിക്കുന്നത്. ആദ്യകാലങ്ങളിൽ മലേറിയയ്ക്ക് ഉപയോഗിച്ചിരുന്ന ഈ മരുന്ന് 1950-കൾ തൊട്ടേ വാതരോഗങ്ങളിൽ ഉപയോഗിക്കുന്നുണ്ട്. നമ്മുടെ ആമവാദം പോലുള്ള അസുഖങ്ങൾ, ലൂപ്പസ്, പാലിൻഡ്രോമിക് റൊമാറ്റിസം ഇങ്ങനെ വിവിധ തരം അസുഖങ്ങളിലാണ് ഇന്ന് ഹൈഡ്രോക്സിക്ലോറോക്വിൻ ഉപയോഗിക്കുന്നത്. ലൂപ്പസ് രോഗികളിൽ പ്രത്യേകിച്ചും ഇത് ഫസ്റ്റ് ലൈൻ ആയിട്ടാണ് ഉപയോഗിക്കുന്നത്. ലൂപ്പസിൽ വരുന്ന റാഷുകൾ തടയാനായിട്ടും ജോയിൻറ്റ് പെയിനുകൾ കുറയ്ക്കാനായിട്ടും, ഈ ലൂപ്പസ് ആണെങ്കിൽ അത് മൾട്ടി സിസ്റ്റം ഓർഗൻ ഡിസീസാണ്. അപ്പോൾ ഇത് മറ്റ് അവയവങ്ങളെയൊക്കെ, ആന്തരിക അവയവങ്ങളെയൊക്കെ ബാധിക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഇത് മറ്റ് അവയവങ്ങളെ രോഗം പുരോഗമിച്ച് ബാധിക്കുന്നത് തടയാനായിട്ടും ഇടയ്ക്കിടെ വരാൻ സാധ്യതയുള്ള ഫ്ലെയറുകൾ തടയാനായിട്ടും സഹായിക്കുന്നുണ്ട്. ആമവാദത്തിലാണെങ്കിൽ നമ്മുടെ സന്ധികളിൽ വരുന്ന വേദന, നീർക്കെട്ട്, പിടുത്തം ഇവയെല്ലാം കുറയ്ക്കാനായിട്ടും സഹായിക്കും. ഇതൊരു സ്റ്റിറോയിഡോ പെയിൻ കില്ലറോ അല്ല, മറിച്ച് നമ്മുടെ രോഗപ്രതിരോധ ശേഷിയെ നിയന്ത്രിക്കുന്ന DMARDS വിഭാഗത്തിൽപ്പെടുന്ന ഒരു മരുന്നാണ്. അതേപോലെ തന്നെ ഹൈഡ്രോക്സിക്ലോറോക്വിൻ നമ്മുടെ ശരീരത്തിലെ കൊളസ്ട്രോൾ, ഷുഗർ ലെവലുകൾ നിയന്ത്രിക്കുക വഴി പേഷ്യൻസിന് കാർഡിയോവാസ്കുലർ, അതായത് ഹൃദയ സംബന്ധമായിട്ടുള്ള അസുഖങ്ങൾ വരുന്നത് തടയാനായിട്ടും സഹായിക്കുന്നുണ്ട്. പ്രഗ്നൻസിയിലും അതേപോലെ തന്നെ കുഞ്ഞിന് ഫീഡ് ചെയ്യുമ്പോഴും ഈ മരുന്ന് എടുക്കുന്നത് സേഫാണ്. പ്രത്യേകിച്ചും ലൂപ്പസ് രോഗികൾ ഈ മരുന്ന് ഈ സമയങ്ങളിൽ നിർത്താതെ ശ്രദ്ധിക്കുക. ഹൈഡ്രോക്സിക്ലോറോക്വിൻ അതിൻ്റെ എഫക്റ്റ് തരാനായിട്ട് കുറഞ്ഞത് ഒരു 6 ആഴ്ചയെങ്കിലും സമയമെടുക്കും. അതിനാൽ ഇത് മരുന്ന് മുടങ്ങാതെ എടുക്കാനായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. ഇനി സൈഡ് എഫക്ട്സിനെ പറ്റി പറയുകയാണെങ്കിൽ താരതമ്യേന വളരെ സേഫ് ആയിട്ടുള്ളൊരു മരുന്നാണ് ഹൈഡ്രോക്സിക്ലോറോക്വിൻ. എങ്കിലും ആദ്യമായിട്ട് എടുക്കുമ്പോൾ മരുന്ന് തുടങ്ങുമ്പോൾ നമുക്ക് ചെറുതായിട്ട് ഛർദ്ദിക്കാൻ വരുന്ന പോലെയോ അല്ലെങ്കിൽ ഗ്യാസിൻ്റെ ബുദ്ധിമുട്ടോ ഒക്കെ പേഷ്യൻസ് പറയാറുണ്ട്. കോമൺ ആയിട്ട് നമ്മൾ പറയുന്നത് സ്കിന്നിൽ ചൊറിച്ചിൽ പോലെ വരാൻ സാധ്യതയുണ്ടെന്നുള്ളതാണ്. അപ്പോൾ ആദ്യമായി മരുന്ന് എടുക്കുമ്പോൾ ചൊറിച്ചിൽ പോലെ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ ഉടനെ തന്നെ മരുന്ന് നിർത്തുക, എന്നിട്ട് നിങ്ങളുടെ ഡോക്ടറെ അറിയിക്കുക. അതേപോലെ തലവേദന, ചെവിയിൽ മൂളൽ പോലെ അല്ലെങ്കിൽ ഉറക്കം വരാനായിട്ട് ബുദ്ധിമുട്ട്, അങ്ങനെയുള്ള സൈഡ് എഫക്റ്റുകളും പറയുന്നുണ്ട്. പക്ഷേ അത്ര കോമൺ ആയിട്ട് നമ്മൾ കാണാറില്ല. രോഗികൾ മിക്കപ്പോഴും ചോദിക്കുന്ന ഒരു ചോദ്യമാണ് ഹൈഡ്രോക്സിക്ലോറോക്വിൻ കഴിക്കുമ്പോൾ അത് നമ്മുടെ കണ്ണുകളെ ബാധിക്കുമോ എന്നുള്ളത്. നമ്മൾ ഗൂഗിളൊക്കെ ചെയ്ത് നോക്കുമ്പോൾ ഇത് നമ്മുടെ കണ്ണിനെ ബാധിക്കും, കാഴ്ച പോകും, അങ്ങനെയൊക്കെ കാണാറുണ്ട്. അപ്പോൾ പേഷ്യൻസ് വളരെ ടെൻസ്ഡായിട്ട് നമ്മളോട് ചോദിക്കുന്ന ഒരു ചോദ്യമാണിത്. നമ്മൾ തുടർച്ചയായിട്ട് വർഷങ്ങളോളം എടുക്കുമ്പോൾ റെയറായിട്ട് വരാനുള്ളൊരു സാധ്യത ഉണ്ട്. 5 വർഷത്തിന് മുകളിൽ തുടർച്ചയായിട്ട് കഴിക്കുമ്പോൾ 1000-ൽ ഒരാൾ ഇത് കണ്ണുകളെ ബാധിക്കുമെന്നാണ് സ്റ്റഡീസ് പറയുന്നത്. അപ്പോൾ ഇത് പ്രിവെൻറ്റ് ചെയ്യാനായിട്ട് നമ്മൾ കണ്ണ് ടെസ്റ്റ് ചെയ്യുന്നുണ്ട്. മരുന്ന് തുടങ്ങി 1 വർഷത്തിന് ശേഷവും പിന്നീട് 5 വർഷത്തിന് ശേഷവും നമ്മൾ കണ്ണുകൾ ടെസ്റ്റ് ചെയ്യും. 5 വർഷത്തിന് മുകളിൽ കഴിക്കുന്നവരിൽ എല്ലാ വർഷവും നമ്മൾ കണ്ണുകൾ ടെസ്റ്റ് ചെയ്ത് നോക്കും. ഹൈഡ്രോക്സിക്ലോറോക്വിൻ കമ്പാരിറ്റീവ്ലി വളരെ സേഫ് ആയിട്ടുള്ള മരുന്നാണ്. ഇത് നമ്മുടെ ലിവറിനെയോ കിഡ്നിയോ അങ്ങനെയൊന്നും ബാധിക്കുന്നതല്ല. മെഡിസിൻ എടുക്കുന്നതുകൊണ്ട് അതുകൊണ്ട് നമ്മൾ ഭയപ്പെടേണ്ടതില്ല. ചെറുതായിട്ട് ഞാൻ പറഞ്ഞല്ലോ, ചൊറിച്ചിൽ പോലെ അങ്ങനെയുള്ള സൈഡ് എഫക്ട്സുകളാണ് സാധാരണയായിട്ട് കണ്ടുവരുന്നത്. മറ്റു മരുന്നുകളുമായി സ്വതവേ നമ്മൾ അങ്ങനെ ഇൻട്രാക്ഷൻസ് ഒന്നും കാണുന്നില്ല. എങ്കിലും നമ്മൾ മറ്റൊരു ഡോക്ടറെ കണ്ട് ചികിത്സ എടുക്കുമ്പോൾ നിങ്ങൾക്ക് ഇന്ന അസുഖമുണ്ടെന്നും നിങ്ങൾ ഈ മരുന്ന് എടുക്കുന്നുണ്ട് എന്നുള്ളതും കൂടി പറയാനായിട്ട് ശ്രദ്ധിക്കണം.